അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോ വ്ളോഗ് നമ്പർ 110 ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 10 ജനുവരി 2025 ഈ വർഷത്തെ ഫസ്റ്റ് സൊമാറ്റോ വ്ളോഗ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ 2 മാസമായിട്ട് വ്ളോഗ് ചെയ്തിട്ട് സൊമാറ്റോ വ്ളോഗ് ചെയ്തിട്ട് അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് സിറ്റുവേഷൻ ആണ്. പിന്നെ ഒരു കാര്യം, സൊമാറ്റോ വ്ളോഗ് കുറേ ചെയ്ത് മടുത്ത് സത്യം പറയാലോ. പിന്നെ സൊമാറ്റോ വ്ളോഗ് കാണിക്കും തോറും എനിക്ക് റിപ്പീറ്റ് കാണിക്കും പോലെയിരിക്കണം. എന്ത് കാര്യം പറഞ്ഞാലും എന്ത് സ്ഥലം കാണിച്ചാലും ഒരേപോലെ ഇരിക്കണം. അതാണ് ചെയ്യാത്തത്. നമ്മൾ ചെയ്ത വർക്കിൽ ക്രിയേറ്റീവ് ആണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യാൻ ബോറടിയാകും. അപ്പോൾ ഇപ്പോഴും സിറ്റുവേഷൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ കാര്യം, അച്ഛൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ബാക്കിലായിരുന്നു കുറേ ദിവസം കൊണ്ട്. പിന്നെ വൈഫിന് ജോലി കിട്ടി, വൈഫിനെ കൊണ്ട് ജോലിയാക്കണം, വിളിച്ചുകൊണ്ട് വരണം. പിന്നെ മോളുടെ കാര്യം നോക്കണം. പിന്നെ ഒരു കാര്യം അറിയില്ല, വൈഫ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഒട്ടും തന്നെ സമയമില്ല. അതുകൊണ്ട് ശരി, നമുക്ക് ചുമ്മാ ഇരിക്കേണ്ട എന്ന് കരുതിയാണ് ഒരു സൊമാറ്റോ വ്ളോഗ് ചെയ്ത് പോവാം. പിന്നെ കുറേ സൊമാറ്റോ ഫാൻസ് ഉണ്ട്, അവർക്ക് വേണ്ടി ചേർന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം അവർക്ക് ഭയങ്കര വിഷമായപ്പോൾ സൊമാറ്റോ വ്ളോഗ് ഇല്ലാത്തതുകൊണ്ട്. എന്തായാലും പഴയ പോലെ സൊമാറ്റോ വ്ളോഗ് ഫ്രീക്വൻ്റായിട്ട് വന്നതിൽ പോലും നമുക്ക് ചെയ്യാം. ഒരുമാതിരി ഒരു മാസത്തിൽ ഒരു 2-3 വീഡിയോ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. നമുക്ക് പഴയ പോലെ കമ്പാക്ക് എടുക്കാം അല്ലേ. ഒന്ന് ഡൗൺ ആയാലേ ഒന്ന് അപ്പാൻ പറ്റുള്ളൂ. ആ ഡൗൺ ആകുമ്പോഴാണ് നമ്മളൊന്ന് കൂടുതൽ നമ്മൾ പവർ കൂടുന്നത്. ചെറിയൊരു പവറിന് കുറവുണ്ട്. ചായ കുടിക്കാം ഫസ്റ്റ് പോയി. ചായയും ബ്രെഡ് ബിസ്ക്കറ്റ് കഴിച്ചിട്ട് നമുക്ക് ജോലിക്ക് പോകും. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 7 മണി ആവാറേ. 7 to 10 വർക്ക് ചെയ്യുമ്പോൾ സമയം 3 മണിക്കൂറിന്. ഇപ്പോൾ 3 മണിക്കൂറത്തേക്ക് 400 കിട്ടുമായിരിക്കും. അതിൽ പോയി നോക്കാം. ഓക്കെ, കൈ കിടക്കണം. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. കൈ അടയ്ക്കണം എൻ്റെ അമ്മോ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. ബാ 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 ബാ. സമയങ്ങളെ ലക്ഷങ്ങൾ സമ്പാദിക്കണ്ടേ. ഇതൊക്കെ നെസ്റ്റോളജി ആയിരുന്നല്ലേ കാണുമ്പോൾ. ഇത്ര വർഷങ്ങളായി വ്ളോഗ് ചെയ്ത്, വർഷങ്ങളല്ല മാസങ്ങളല്ലേ ആയുള്ളൂ. ഓക്കെ പക്കായാണ്. വണ്ടി ലുക്ക് അല്ലേ, ഒരു രക്ഷയില്ല. വണ്ടി നല്ലപോലെ വാട്ടർ വാഷ് ചെയ്തിട്ടുണ്ട്, പൈസ മുടക്കി 250 രൂപയായി. പ്ലസ് 50 രൂപ ലൂബിനായിട്ടുണ്ട്. ഇന്നലെ കൊണ്ട് വാഷ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അവിടുത്തെ വീട് പണി കാരണം ഫുൾ പൊടിയായി അഴുക്കായി. പിന്നെ തുടച്ചിട്ട് കുഴപ്പമില്ല, ശരിയായി. ഓക്കെ പോന്നാ, നമുക്ക് നേരെ പോവേണ്ടേ. ഷൂ ഇടണോ ചെരുപ്പിടണോ? എന്ത് ചെയ്യാം, ഷൂ ഇടണോ ചെരുപ്പിടണോ? നീ പറ. ഷൂ ഇടാല്ലേ, ലുക്കായിരിക്കും കുറച്ചുകൂടെ. എവിടെ എൻ്റെ ഷൂ ഇടാ, എൻ്റെ ആയുധം ഇടാ. ഷൂ കംപ്ലീറ്റ് പൊടിയായി കാണുമല്ലോ, അതല്ല വിഷയം. ഷൂവിൻ്റെ അകത്ത് പാമ്പോ തവളോ ഉണ്ടല്ലോ, ഒന്നും കാണൂല. എന്നാലും ഒന്ന് തട്ടി നോക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്നുമില്ലേ. Come on, quick. Bye, see you. അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം തന്നെ എടുത്ത് വെച്ചിട്ട് വേറെ ഒരു സമാചാരമില്ല. ഒരു വിഷയമില്ല. തമിഴിൽ പറയാൻ പാടില്ല, മലയാളത്തിൽ പറയണം. തമിഴിലും പറയണം, കേരളത്തിനല്ലേ ഇപ്പം എന്തോന്നല്ലേ. അപ്പോൾ ഒരു വിഷയമില്ല. നമ്മൾ നേരെ പോകുന്നത് പൂജപ്പുര മെയിൻ റോഡ് അസീസ് റെസ്റ്റോറൻറ്റ്. അവിടെ പോയി ഫസ്റ്റ് ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗോയ്സ്, കട്ടൊക്കെ നിൽക്കണം. വാ. ഇപ്പോൾ ഞാൻ ഫുൾ ചാർജിൽ നിൽക്കുകയാണ്. അതിൻ്റെ മെയിൻ കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് അതിൽ നിന്ന് ജയിച്ച് വന്നവനാണ് ഞാൻ. അതായത് നമുക്ക് വേണ്ടപ്പെട്ട ഫാമിലിയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ഡൗണായ വിഷമത്തിൽ പോയി ലാസ്റ്റ് നല്ലപോലെ സോൾവ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം ഓക്കെ ആക്കി വച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിനേക്കാൾ വലിയ പ്രശ്നം ഈ ജീവിതത്തിൽ നോക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഇനിയുള്ള പ്രശ്നങ്ങളൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ്, അതൊന്നും പ്രശ്നമേ അല്ല. സത്യം പറഞ്ഞാൽ പൈസയാണ് മെയിൻ വിഷയം എന്ന് വിചാരിച്ച ആൾക്കാർക്കൊക്കെ ഇതുപോലെ സിറ്റുവേഷൻ വരുമ്പോൾ പൈസയല്ല മെയിൻ, ഹെൽത്ത് ആണ് മെയിൻ എന്ന് തോന്നും അല്ലേ. എത്ര പൈസ ഉണ്ടായിട്ടും ഹെൽത്ത് വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അത് നല്ല ഹെൽത്ത് നല്ലപോലെ ഫിറ്റ്നസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ മതി അല്ലേ, കൂടുതൽ സമ്പാദിക്കണ്ട. ഇവിടെ നിന്ന് ഒരു 3-6 പോകാനുള്ള പൈസ മതി അല്ലേ. പോയിട്ട് നല്ല അടിപൊളിയായിട്ട് പോയിട്ട് വരാം. ദിവസം ഒരു 1500-2000 സമ്പാദിച്ചാൽ മതി, സുഖമായിട്ട് ജീവിക്കാം. നല്ലപോലെ ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ വിഷയമേ ഇല്ല, ജീവിതത്തിൽ ഒന്നും വേണ്ടതായി പോകും. അപ്പോൾ കാര്യം പറഞ്ഞ് നമ്മൾ പൂജപ്പുര മെയിൻ റോഡ് എത്താറായി. മണിപ്പ് കറക്റ്റ് പോടാ, ബൈ. ഓക്കെ, നമ്മളെ കൂട്ടുകാരെ കുക്കുവാണ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എന്ത് ഓർഡർ കുറവാണ്, ഓർഡർ അടിക്കണില്ല. എത്ര നേരമായി. ഗണപതി സൂപ്പർ അല്ലേ. ഓം ഗണപതി നമഃ. നമുക്ക് വണ്ടി കൊണ്ട് സൈഡിൽ ഒതുക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓർഡർ അടിച്ചുള്ള സ്ഥലം മാറ്റിക്കളാം. ഓക്കെ. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റ് വഴുതക്കാട്. ചെറിയ ഓർഡർ 31 രൂപ. ഇവിടെ നിന്ന് പോകാൻ 2 കിലോമീറ്റർ ഉണ്ടല്ലോ. എന്തോ ടാപ്പ് കാണിക്കണം. ഇങ്ങനെയൊക്കെ ഓർഡർ അടിക്കുന്നത്. ശരി ബാ പോവാം. ഫസ്റ്റ് ഓർഡറല്ലേ, കളയണ്ട. വല്ലിച്ച എന്തൊക്കെ പാട്ടിൽ ഇറക്കണമെന്നോ അതൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണം. ഇത് നമ്മൾ പാടിയതൊക്കെ ഒരു പാട്ട് ട്രെൻഡിങ് ആവില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, പെട്രോൾ അടിച്ചാലോ.
ഇവിടെയും തിരക്കുണ്ടോ? ഇവിടെ ഒരു ആട്ടം മാത്രമേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ആയില്ലേ? കംപ്ലൈൻറ്റാ? ആഹാ, നല്ല ഇറങ്ങണമല്ലോ. പെട്രോൾ പമ്പ് കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ പെട്രോൾ അടിക്കാൻ പറ്റില്ല. നമുക്ക് നേരെ ഇങ്ങോട്ടെങ്കിലും പോകാം. തൽക്കാലത്തെ പെട്രോൾ കൊണ്ട് കുഴപ്പമില്ല, എന്നാലും അടിക്കണമല്ലോ അല്ലേ? ആഹാ, കാക്ക തൂറിയ സ്ഥലങ്ങൾ. ഇവിടെ നിൽക്കാൻ പാടില്ല. ഓടിക്കോ പെട്ടെന്ന് ഏത് നിമിഷം ബോംബ് വീഴാം. നമുക്ക് ആദ്യം ഓർഡർ എടുത്തിട്ട് പറഞ്ഞ വഴിക്ക് ഏതെങ്കിലും പമ്പുണ്ടെങ്കിൽ അവിടെ അടിക്കാം. ഈ വാട്ടർ വാഷ് ചെയ്തപ്പോഴേ വണ്ടിയുടെ പെർഫോമൻസ് സൂപ്പർ കേട്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറേ അഴുക്കും പൊടിയൊക്കെ പോയപ്പോഴേ പിന്നെ കുറേ ലൂബ് ചെയ്തായിരുന്നു എല്ലായിടത്തും. അപ്പോൾ എല്ലാം കൂടെ ചേർന്നപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ആണ് ഫീൽ ആവുന്നത്. ഇപ്പോൾ ഗിയറിന് എളുപ്പമുണ്ട്, ക്ലച്ച് പിടിക്കാൻ എളുപ്പമുണ്ട്, അങ്ങനെ എല്ലാം കൂടെ നല്ല സ്മൂത്ത് ആയിരിക്കണം. ഓക്കെ, റെഡിയായി നോക്കട്ടെ. ഇല്ല, റെഡിയായി 5 മിനിറ്റ് ആവും. ചിലപ്പോൾ റെഡിയായി കാണും, ചോദിച്ചേക്കാം. പറയാൻ പറ്റില്ല. അന്ന് ഇതുപോലെ റെഡിയാവാത്തോണ്ട് ചുമ്മാ ഇരുന്നു. കുറച്ചും റെഡിയായി ഓട്ടോമാറ്റിക്കായിട്ട്. റെഡി വന്നാൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഇല്ല. 9103 റെഡിയായി ഓർഡർ. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്കഡ് കോഡ് പിക്കഡ്. അപ്പോൾ ഓക്കെ, പോവാം. നേരെ എങ്ങോട്ട് പോകാൻ? യൂട്ടേൺ എടുക്കണം. ബാക്കിൽ നിന്ന് വണ്ടിയൊന്നും വരണില്ല, ഫ്രണ്ടിൽ നിന്ന് മാത്രമേ വണ്ടിയുള്ളൂ. അപ്പോൾ നോക്കി എടുത്താൽ മതി. വേറെ വിഷയങ്ങളൊന്നുമില്ല, മനസ്സിലായ? വിഷയങ്ങളില്ലാതെ വിഷയം ആക്കാൻ പറ്റും, പക്ഷേ വിഷയമില്ലാതെ വിഷയമാക്കാൻ പറ്റുമോ ഒന്നും മനസ്സിലായില്ല. എന്തൊക്കെ സൂക്ഷിച്ച് പറയാൻ കൺഫ്യൂസായി. വായി തോന്നി കോമഡി വിളിച്ച് പറയും. പറ്റുമെങ്കിൽ ചിരി, ഇല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് കള. എന്ത് ചെയ്യാൻ പറ്റുമോ അല്ലേ? ജീവിക്കണ്ടേ. കേറിക്കോ സുധീഷേ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മലേഷ്യയിലാണ്. ഇവിടെ നിന്ന് 2.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ സ്മോക്ക് ആൻഡ് ഹണി മന്തി. കറക്റ്റ് തന്നെ? ഓക്കെ, അത് തന്നെ. മണി ഇപ്പോൾ കറക്റ്റ് 7:40 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ അബ്രോഡിലേക്കാണ്. അപ്പോൾ അവർക്ക് ട്രിവാൻഡ്രം കാണാതെ ഭയങ്കര മിസ് ചെയ്യാണെന്ന് പറയണത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മെയിനായിട്ട് വ്ളോഗ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നല്ലപോലെ ട്രിവാൻഡ്രം കണ്ടോ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ജഗതിയാണ്. ഇത് DPI, അടുത്ത സ്റ്റോപ്പ് ജഗതിയാണ്. ഓക്കെ, ജഗതിയിൽ നിന്ന് റൈറ്റ് പിടിച്ചാണ് പോകേണ്ടത്. അപ്പോൾ നല്ലൊരു അടിച്ചുപൊളി പാട്ട് പാടിയാലോ? എന്ത് പാട്ട് പാടാൻ ഇപ്പോഴത്തെ ട്രെൻഡിൽ? ഇപ്പോൾ ട്രെൻഡ് അതാണ് പാട്ട്. ശരി, വായി തോന്നിയ പാട്ട് വിളിച്ച് പാടാം. ഇപ്പോഴത്തെ ഈ പാട്ടിനെ പാടാം. റൈറ്റിലാണ് പോകേണ്ടത്. ഇവിടെ അത് മുടുക്കാണ്. ആ മുടുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ വിഷയം. എന്താ ഇവിടെ തന്നെ എന്താ? അയ്യോ ഈ മുടുക്ക് ഇവിടെ എഴുതി വെക്കണം. മുടുക്കണമെന്നൊരു കാര്യം അറിയാൻ പറ്റില്ല. നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. ഓക്കെ, ഇതുവഴി കയറി നേരെ ജഗതി പോവാം. ജഗതി അല്ലല്ലോ, കണ്ണേറ്റ് മുക്ക് അല്ല. കണ്ണേറ്റ് മുക്ക് പോയിട്ടല്ല പോകണ്ട, വലിയ ശാല. സത്യം പറഞ്ഞാൽ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോരുത്തർ സൂപ്പർ ഹീറോ ആണ്. ഞാൻ വിചാരിച്ച് സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് ഈ ആർമി, മിലിറ്ററി, നേവി എല്ലാം ഒന്നിനല്ലേ. സത്യം പറഞ്ഞാൽ അവരൊക്കെയാണ് റിയൽ സൂപ്പർ ഹീറോസ്. പക്ഷേ അവർ മാത്രമല്ല, നമ്മളെപ്പോലെ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോരുത്തരും സൂപ്പർ ഹീറോസാണ്. ഫാമിലി എങ്ങനെയെങ്കിലും കരകയറ്റണം, അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചില ത്യാഗം ചെയ്യുന്നില്ലേ അവരെല്ലാവരും. കാരണം എനിക്ക് വേണ്ടി അന്ന് ആ സിറ്റുവേഷനിൽ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ്, നിങ്ങളും LAPG ഗ്യാങ് ഒരു ചെറിയ സപ്പോർട്ട് വന്നില്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു സൂപ്പർ ഹീറോയിസമാണ്. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഹീറോയിസമാണ് ഇതൊക്കെ. അപ്പോൾ നല്ല മനസ്സോടെ നല്ലത് ചെയ്താൽ മാത്രം മതി എല്ലാവർക്കും സൂപ്പർ ഹീറോസ് ആവാം. അത് സ്നേഹത്തോടെ ചെയ്തെങ്കിൽ വേറെ ലെവൽ അല്ലേ, വേറെ എന്ത് വേണം. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. എവിടെയാണ് പറഞ്ഞത്? മാപ്പ് നോക്കണോ? ഒരു മിനിറ്റ് വെയിറ്റ്. മന്ദാരച്ചെപ്പുണ്ടോ, മാണിക്ക കല്ലുണ്ടോ കയ്യിൽ, ഓക്കെ, ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. ദാറ്റ് മുടുക്ക് ഉള്ളില്ലാതൊരു ഇങ്ങോട്ടേ. സൂപ്പർ ഏരിയയില്ലേ, നല്ല വൈബായിരിക്കണം കേട്ടോ. ഇതുപോലത്തെ ഏരിയയിൽ വീട് വെച്ച് താമസിക്കണം, നല്ല രസമാണ്. ഹൗസ് നമ്പർ 41 ആണെങ്കിൽ 40 അപ്പുറത്തായിരിക്കും. 40 ഈ വീടാണ്. ശരി, ബാ കസ്റ്റമർ വിളിച്ച് നോക്കാം. ഈ ഏരിയയിൽ എവിടെയാണ് വീടുള്ളത്? റീച്ച് ലൊക്കേഷൻ അവിടെയാണോ? ഓക്കെ, ഗോകുലല്ലേ? ശരിയാ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ അന്നപൂർണ്ണ, കിള്ളിപ്പാല, കരമന. സെൽഫിയാ, ഇത് വേറെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. മന്ദാരച്ചെപ്പുണ്ടോ, മാണിക്ക കല്ലുണ്ടോ, സബ്മിറ്റ് കൊടുത്താൽ ഓക്കെ. വേറെ വിഷയങ്ങളൊന്നുമില്ല. അന്നപൂർണ്ണ ഹോട്ടൽ എവിടെ വരും നോക്കട്ടെ? മറ്റേ കിള്ളിപ്പാലത്തല്ലേ? അതറിയാം, മറ്റേ അവിടെ ജംഗ്ഷനിൽ. അതേനെ. അങ്ങനെ ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞത് 29 രൂപ 84 അപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ? കിള്ളിപ്പാലം ജംഗ്ഷനിൽ അന്നപൂർണ്ണ ഹോട്ടലിലോട്ട് അടുത്ത ഓർഡർ. കമോൺ ക്വിക്ക്. ലക്ഷങ്ങൾ സമ്പാദിക്കണ്ടേ? ലക്ഷങ്ങൾ സമ്പാദിച്ചാൽ കുഴപ്പമില്ല, കോടികൾ സമ്പാദിക്കണ്ടേ? തള്ളി വിടാൻ അല്ലേ? തള്ള്. ഈ ലോകത്ത് തള്ളാത്ത ആൾക്കാർ ആരുണ്ടല്ലേ? എങ്ങനെ പോയാലും LKG പഠിക്കുമ്പോൾ തള്ളിക്കാണും അല്ലേ? എനിക്ക് സൂപ്പർമാൻ്റെ പവറുണ്ട്, ശക്തിമാനെ കണ്ടുണ്ട്. ആ തള്ളൊക്കെ എപ്പോഴും ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? അപ്പോൾ എല്ലാവരും തള്ളിയ ആൾക്കാർ തന്നെ. വി ആർ റീച്ച് ദ ലൊക്കേഷൻ ഓഫ് അന്നപൂർണ്ണ ഹോട്ടൽ, വന്താച്ചി അന്നപൂർണ്ണ. എവിടെ കൊണ്ട് വണ്ടി വെക്കാൻ? ഈ ലെഫ്റ്റിൽ പാർക്ക് ചെയ്യാം. ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യേണ്ടത് വേറെ വിഷയമൊന്നുമില്ലല്ലോ. അതൊക്കെ അല്ലേ? ഇവിടെ ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞ സെക്യൂരിറ്റി ഉണ്ട്, വേറെ വിഷയമൊന്നുമില്ല. റീച്ച് ലൊക്കേഷൻ റെഡിയായ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡിയായി. അപ്പോൾ ഇടുക. അപ്പോൾ വിടാനേ, ജസ്റ്റ് മിസ്. എല്ലാവരും കളിച്ചു കേട്ടോ. 0208 അതേനെ. ഓക്കെ, രണ്ടാമത്തെ ഓർഡർ പിക്കഡ്. അനുസരിച്ച അള്ള് യൂട്യൂബറാണ്. പടാ
ഇവിടെ സെക്യൂരിറ്റി വർക്ക് ചെയ്യണ? ഓക്കെ ഓക്കെ, ശരി എന്നാ. ഓക്കെ പോന്നാ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നെടുങ്കാടാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 1.8 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ ചില്ലിയാണ്. അപ്പോൾ എന്തായാലും പെട്രോൾ അടിക്കണ്ടേ? വാ കമോൺ, ഫസ്റ്റ് പെട്രോൾ അടിച്ച് മതി, ബാക്കി ജോലിയൊക്കെ. വണ്ടി വഴിയിലാൻ പാടില്ല മെയിനായിട്ട് അല്ലേ. തള്ള മീനെ കൊണ്ടല്ലോ, ഫ്രഷ് മീനാണ് നോട്ടാ. ചൂരയുണ്ട്, ചാളയുണ്ട്. ഇവിടെ എവിടെ പെട്രോൾ അടിക്കേണ്ടത്? അവിടെയാ? ആ സാധാ പെട്രോൾ ഒരു 250 രൂപയ്ക്ക്. അവിടെ ഉണ്ട് സാധാ പെട്രോൾ? അയ്യോ, അത് മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും തന്നെയാണ്. ശരി, കുഴപ്പമില്ല. ഇവിടെ സാധാ പെട്രോൾ ഇല്ല, മറ്റേതേ ഉള്ളൂ എന്ന് പറഞ്ഞ്. എന്തായാലും പെട്രോൾ ഉണ്ട്, കുഴപ്പമില്ല, വണ്ടി പോവും. അനുസരിച്ച അള്ള് അള്ള് അനുസരിക്കലേണ തള്ള് തള്ള്. ഇതൊരു വിജയപ്പാട്ടാണ്, പഴയ പാട്ട്. ഇത് അവിടെ പോകുമ്പോൾ ഇന്ത്യൻ ഓയിൽ അവിടെ പഠിക്കാം. ഇന്ന് എന്തോന്ന് പെട്രോൾ അടിക്കാൻ പോണ സ്ഥലത്തെല്ലാം തടസ്സങ്ങളാണല്ലോ. എന്ത് പറ്റി? ഇവിടെ ലോഡിങ് ആണോ? അടിക്കോ പെട്രോൾ അടിക്കോ? 250 രൂപയ്ക്ക് 250 പെട്രോൾ അടിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. 250 250. ഓക്കെ, പെയ്ഡായി, പൈസ പെയ്ഡ്. നമുക്ക് ആദ്യം റീസെറ്റ് ചെയ്യാം. 0 കിലോമീറ്റർ മാത്രമല്ല, ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം സൂപ്പറായിട്ട്. ഒന്ന് ഡൗൺ ആയി പോയി എല്ലാം പോയത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി സമയം ഇഷ്ടം പോലെ ഉണ്ട്. ആര് നമ്മൾ കുറ്റം പറഞ്ഞ് കളിയാക്കി നമ്മൾ നന്നാൻ പാടില്ല വിചാരിക്കുന്ന ആൾക്കാർ മുമ്പിൽ ജീവിച്ച് കാണിക്കണ്ടേ? ഒന്നിൽ നമുക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ആൾക്കാർ മുമ്പിൽ ജീവിച്ച് കാണിക്കണം. ഇതിലാദ്യം ഒന്ന് ചെയ്യണം. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 1 മാസം കൊണ്ട് ലൈഫിൽ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ നമ്മളെ പഴയ ലൈഫ് ഇനി കിട്ടോ ഇല്ലയെന്ന് അറിഞ്ഞു സത്യം പറഞ്ഞാൽ. പക്ഷെ എല്ലാം ഓക്കെ ആയി, സോൾവ് ആയി, എല്ലാം പഴയ പോലെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. സത്യം പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാർ കാണുമായിരിക്കും. അവർ വിചാരിച്ചാണ് ഇതോടെ പോയി തീർന്ന് എൻ്റെ ചാനൽ പൂട്ടിയെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അത് ഞാൻ വിചാരിക്കണം ചാനൽ പൂട്ടണം വേണ്ടെന്നുള്ളത് അല്ലേ. അത് എൻ്റെ ഒരു മനക്കെട്ടിയാണ്. ധൈര്യം അവനുക്ക് എവ്വളോ എനർജി இருக்கோ அந்த அளவுக்கு அம்பாட்டுக்கு மேலே ஏறி வந்துட்டே இருப்பான். ഒന്നുമില്ലാത്ത ഇടത്ത് ഇത്ര എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വിഷയങ്ങളൊന്നുമില്ല. കട്ടയ്ക്ക് മുന്നോട്ട് പോകും. ഓക്കെ, ലൊക്കേഷൻ എത്തി തന്നെ. ഇനി മുമ്പോട്ട് പോകണോ? 89A അല്ലേ? അവിടെയാണോ? ഓക്കെ, ഇതാ ഈ വീട് തന്നെ. ഓക്കെ, ശരി. ഓക്കെ, പോകാം. അപ്പോൾ രണ്ടാമത്തെ ഓർഡർ ഐശ്വര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 27-30 പൈസയാണ്. അപ്പോൾ അടുത്ത ഓർഡർ എവിടെ അടിക്കുന്ന പറഞ്ഞൂടാ. എന്തായാലും നേരെ കരമ ജംഗ്ഷനിൽ പോകാം. അവിടെ പോയി അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. വാടാ ഉദ്ദേശിച്ച് കട്ട ഫോമിലാണ്. എന്ത് പറ്റി? കട്ട ഫോമാണ്, കട്ട കലിയാണ്, കട്ട പോസിറ്റീവ് എനർജിയും ഉണ്ട്. കൊള്ളപ്പസിയിലെടുക്കാൻ സിംഗ സിനിമയിൽ സൂര്യ പറയും പോലെ അല്ലേ. ഇങ്ങനെ പല ഡയലോഗുകൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മാസ് ഡയലോഗൊക്കെ. അടുത്ത ഓർഡർ അടിച്ച് ഹോട്ടൽ അന്നപ്പൂർണ്ണ സെയിം ഹോട്ടലാ. ഒരു ഹോട്ടൽ ഒരു പ്രാവശ്യം പോകും, ബോറടിച്ചു ചുമ്മാ പോയി കഴിഞ്ഞാൽ. ഓർഡർ അടിക്കുന്ന വലിയ വിഷയം. ഇതിൽ ഒരു ഹോട്ടലിൽ പോകില്ലേ? ബൈസൺ ഒന്നും പറഞ്ഞില്ല, സൗണ്ട് ഒന്നും ഇല്ല എനിക്ക്. എന്റെ വോയിസ് ചിലർ ക്രിഞ്ചാണ്. ആർക്ക് ക്രിഞ്ച്? അവനെ കാണി ആടി അവന് കൊടുക്കും ബാക്കി ക്രിഞ്ച്. അഗൈൻ വി ആർ റീച്ച് ദ ലൊക്കേഷൻ ഓഫ് അന്നപൂർണ്ണ ഹോട്ടൽ. ഇവിടെ കൊണ്ട് വണ്ടി വെച്ച് നടന്ന് പോകാൻ നല്ലത്. നോക്കാം, അത് ഇവിടെ നോക്കട്ടെ ലൊക്കേഷൻ എവിടെ നിന്നുള്ളത്. റീച്ച് ലൊക്കേഷൻ കൊടു. പിന്നെ സെൽഫി ആയി എന്തോന്നത്? ചുമ്മാ സെൽഫി വെച്ചോണ്ടിരിക്കണം ആവശ്യമില്ലാതെ. വാ, ഓക്കെ, റെഡിയായി. പോകേണ്ട ലക്ഷ്യം വള്ളക്കടവാണ്. കുഴപ്പമില്ല, വള്ളക്കടവാണ്, അങ്ങോട്ട് തന്നെ പോകണം. അപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ട് നടന്ന് പോകാം. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. നോക്കി കണ്ട് ക്രോസ് ചെയ്യണം. വണ്ടികൾ പറന്ന് വരുവോടൊന്ന്. ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം ജീവനാണ്. ജീവനില്ലെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. അത് ചാടിക്കോ. 8911 ഇതന്നെ. ഓക്കെ, മൂന്നാമത്തെ ഓർഡർ പിക്കഡ് കോഡ് പിക്കഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വള്ളക്കടവ് CISF ASD ആണ്. അവിടെ സംഭവം ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല അറിഞ്ഞൂടാ. അപ്പോൾ നോക്കാം എന്തായാലും. ഇപ്പോൾ ഇവിടെ നിന്ന് 3.8 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പനീർ ബട്ടർ മസാലയാണ്. മണി ഇപ്പോൾ കറക്റ്റ് എത്ര മണിയായി? മണി ഇപ്പോൾ കറക്റ്റ് 8:10 ആയിട്ടുണ്ട്. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ അത് മൂന്നാമത്തെ ഓർഡറാണ്. നല്ല ഐശ്വര്യമായിട്ട് നല്ല ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ബാക്ക് ചെയ്ത് ആംബുലൻസ് പറഞ്ഞ് അവർക്ക് ആദ്യം വഴി കൊടുക്കണം. ആംബുലൻസ് ഫസ്റ്റ് വണ്ടി പോട്ട്. ഓക്കെ, നമുക്ക് ഇനി പോകാം. ഇതിനെ CISF മിലിറ്ററിക്കാർ നിൽക്കട്ടെ. CISF റീച്ച് ലൊക്കേഷൻ. വെടിവെക്കോ എന്താ പേടിയായിരിക്കും. പട്ടാളത്തിന് അങ്ങനെയൊന്നുമില്ല. സംശയം തോന്നി ഞങ്ങൾ ആരെയും പൊക്കും. എന്തായാലും അകത്തോട്ട് അലോ വല്ലതും തോന്നണം കേട്ടോ. അപ്പോൾ വിളിച്ചു നോക്കാം എന്തായാലും കസ്റ്റമറിനെ. സൊമാറ്റോ അൻകു ANKU കസ്റ്റമർ നെയിം. ക്യാമറ യൂട്യൂബർ. യൂട്യൂബർ KLTN വ്ളോഗ്. യൂട്യൂബറാണ്. യൂട്യൂബർ. മൈ ചാനൽ നെയിം KLTN. ट्रैवल राइड, बाइक राइड, सोमाटो राइड, फैमिली राइड, फुल राइड. कैमरा रिकॉर्डिंग. दिस प्लेस नो इश्यू. ओके ओके, थैंक यू. പറയടാ. ഡ്യൂട്ടി ഫിനിഷിങ്. ഹലോ സൊമാറ്റോ ആണേ. ഓക്കെ ഓക്കെ, ലീവ് ഓൺ ഗെറ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, ശരി, ലീവ് ഓൺ ഗെറ്റ്. ഓക്കെ, താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. ഓക്കെ, അൻകു ANKU അൻകു. ഓക്കെ,
വെരി ഗുഡ് മാൻ, മിലിറ്ററി മാൻ. അതുപോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മിലിറ്ററി കയറണമെന്നൊക്കെ. പക്ഷെ നടന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ വിധി അല്ലേ. ചില ആഗ്രഹങ്ങളൊക്കെ സ്വപ്നമായി പോകും, പക്ഷേ ചില ആഗ്രഹങ്ങൾ നമ്മൾ സാധിക്കണം. അതൊരു ആഗ്രഹമാണ് നമ്മളെ ഈ യൂട്യൂബ് എന്ന് പറയാം. സത്യം പറഞ്ഞാൽ സിനിമയിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സിനിമയിൽ കയറാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ യൂട്യൂബിലോട്ട് വന്നത് മെയിൻ കാര്യം. ഓക്കെ പോകാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 42 രൂപ 32 പൈസയാണ്. ഓക്കെ, അടുത്ത് എങ്ങോട്ട് പോകാൻ? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വള്ളക്കട ആയിട്ട് നമുക്ക് നേരെ അടുത്ത സ്ഥലം മണക്കാട് പോയി അവിടെ പോയി അടുത്ത ഓർഡർ ചെയ്ത് എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. സത്യം പറഞ്ഞാൽ പബ്ലിക് അടുത്ത് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് പോലീസുകാരെക്കാൾ മിലിറ്ററി ആണെന്ന് തോന്നണം കേട്ടോ. അപ്പം പറഞ്ഞ കാര്യം ശരിയാണ് തെറ്റാണെന്ന് അറിഞ്ഞൂടാ. എന്നാൽ ഇത്ര വർഷം എക്സ്പീരിയൻസ് നോക്കിയപ്പോൾ മിലിറ്ററിക്കാരൊക്കെ ഭയങ്കര ഒരു സ്നേഹവും മര്യാദയാണ്. പോലീസുകാരെ കുറച്ച് ഒരു ഗൗരവത്തിൽ നിൽക്കുള്ളൂ. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അൽഹാസൻ റെസ്റ്റോറൻറ്റ്. കുറച്ച് വലിയ ഓർഡറാണ്. കൊള്ളാം, സൂപ്പർ. അൽഹാസൻ റെസ്റ്റോറൻറ്റ് മണക്കാട്. ഇവിടെ കറക്റ്റ് 1 കിലോമീറ്റർ ദൂരമുണ്ട്. കമോൺ ക്വിക്ക്. സ്ക്വിഡ് ഗെയിമിൻ്റെ മ്യൂസിക്കാണിത്. സ്ക്വിഡ് ഗെയിമിൻ്റെ വെബ് സീരീസ് കണ്ടായിരുന്നു. കുഴപ്പമില്ല, ഫസ്റ്റ് പാർട്ട് സൂപ്പറായിരുന്നു, സെക്കൻഡ് പാർട്ട് അത്ര പോരാ, ഒരു ആവറേജ് തന്നെ അല്ലേ. അത് ഫിനിഷിംഗ് ഇല്ല, അതാണ്. നമ്മളതിന് അൽഹാസൻ എത്തിയിട്ടുണ്ട്. മണക്കാട് പയ്യെ ക്രോസ് ചെയ്യണം. വണ്ടികൾ പറഞ്ഞിടന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എവിടെ കൊണ്ടുവന്നാ വണ്ടി വയ്ക്കുക, എല്ലായിടത്തും ഫുള്ളായിരിക്കണം. ബൈക്കുകൾ കംപ്ലീറ്റ് അടുപ്പിച്ച് വെച്ചാൽ സ്പേസ് കിട്ടുമായിരുന്നു. താങ്ക് യു. ഓക്കെ, വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പാർക്ക് ചെയ്യാൻ മുമ്പ് ഇടയ്ക്ക് പാർക്ക് ചെയ്യാൻ വന്ന് റീച്ച് ലൊക്കേഷൻ റെഡിയായി. വാ കമോൺ ഗൈസ്, കട്ടൊക്കെ ഇരിക്കണം. ചുമ്മാ കട്ട ഇരിക്കണം ആവശ്യമില്ല, കട്ടൊക്കെ നിൽക്കാനല്ലേ. എന്നാലും പറയുമ്പോൾ ഒരു വൈബ് ആയിരിക്കണം. ഇത് കൗണ്ടർ മാറ്റി ഇല്ലല്ലോ, ഇവിടെ തന്നെ 2437 ചിക്കൻ ഷവായി. ഓക്കെ, അങ്ങനെ 4ാമത്തെ ഓർഡർ ഐശ്വര്യമായിട്ട് പിക്കഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഉള്ളൂരാണ്. ഇവിടുന്ന് കറക്റ്റ് 7.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ഷവായാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:36 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യങ്ങളൊക്കെ. ഇതെത്ര 5ാമത്തെ ഓർഡർ അല്ലേ? 5ാമത്തെ അല്ലേ? കറക്റ്റായിട്ട് പറ. 4, 5, 1, 2, 3, 4 മറന്നു പോലെ 4ാമത്തെ ഓർഡർ. ഈ വർഷം എന്തായാലും കിടിലാകും. പഴയ പോലെ ആയിരിക്കില്ല, നല്ല ഇഷ്ടംപോലെ വ്ളോഗ്സ് കാണും, നല്ല അടിപൊളി വൈബിലായിരിക്കും. പഴയ പോലെ തന്നെ കപ്പിൾ, ഫാമിലി, ഫ്രണ്ട്സ് എല്ലാം കാണും. എന്നാലും പഴയതിനേക്കാൾ നല്ല പവർ, എനർജി, നല്ലൊരു മാക്സിമം എൻഗേജിങ് ആയിട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു ഐഡിയ ഉണ്ട്. അങ്ങനെ എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. മാക്സിമം ശ്രമിക്കാം. ഇവിടെ എന്താണ് സംഭവം? നിയമസഭയിൽ അടിപൊളിയാക്കിണ്. KLBF, വാവ്, കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലാണ്. നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല കളർഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കയറാൻ സമയമില്ല, കാരണം നമ്മൾ ഡ്യൂട്ടി നോക്കട്ടെ. ഇവിടെ കസ്റ്റമർ വെയിറ്റ് ചെയ്യണം. പക്ഷേ പെട്ടെന്ന് ഫുഡ് കൊടു. ഓടി ഉഴയ്ക്കണോ, ഊർക്കെല്ലാം കൊടുക്കണോ, 4 കാലിൽ നടക്കണം, ക്വാർട്ടർ വാങ്ങി അടിക്കണം. ഇങ്ങനെയും പാടല്ലേ. ചിലവരൊക്കെ ഇങ്ങനെയാണ് ജീവിക്കണത്. അതൊക്കെ മാറ്റി പിടിക്കണമെന്ന് പറയണം, വേറൊന്നുമില്ല. മനസ്സിലായ? ഓക്കെ, നമ്മളങ്ങനെ ഉള്ളൂരെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പാലം കഴിഞ്ഞ് ലെഫ്റ്റ് എടുക്കാണ് കാണിക്കുന്നത് മാപ്പ്. ലെഫ്റ്റ് എവിടെ? അത് യൂട്ടാണല്ലേ, ലെഫ്റ്റ് ഒന്നുമില്ല. എൻ്റെ അമ്മ, ഇങ്ങനെ കയറാൻ പറ്റൂല, കുറച്ച് ബാക്ക്വേർഡ്. ഓക്കെ, ഇത് എങ്ങോട്ട് പോണത്? ഇതുവഴിയാ. മനസ്സിലായി. എൻ്റെ അമ്മ, നേരെ പോയി കളയിൽ ആറ്റിൽ വീഴും. ആറല്ലത് ഓടയാണ്, ഓടയാറ്. ഇവിടുന്ന് മാപ്പിട്ട് പോകാം. ഇത് ചെറിയ വഴിയാണ്, കാർ മാത്രമേ പോവുള്ളൂ, ലോറിയൊന്നും പോകില്ല. ഇവിടുന്ന് കറക്റ്റ് 300 മീറ്റർ ദൂരം ലൊക്കേഷൻ എത്താറായി. ഇതൊരു സ്മെല്ല്. ഇവിടെ എങ്ങനെ ആൾക്കാർ താമസിക്കണമെന്നോ, സമ്മതിക്കണം. ഭയങ്കര സ്മെല്ല് കേട്ടാ. സംഭവം ശീലമായി കാണും, അതുകൊണ്ട് വിഷയമില്ല അവർക്ക്. കംപ്ലീറ്റ് ഓടയൊന്ന് ജോയിൻ്റ് ആവുന്നത് ഈ ആറ്റിലായി കേട്ടോ. അതാണ് ഇത്ര സ്മെല്ല്. വലിയ ഓടയല്ലേ ഇത്. ഇവിടുന്ന് റൈറ്റ്, പിന്നെ ലെഫ്റ്റാ. രാത്രി റൈഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ വൈബാണല്ലേ. അത് ഇതുപോലത്തെ ഏരിയയിൽ പോകുമ്പോഴേ പ്രത്യേക സുഖമാണ്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. ഇവിടെ എവിടെയാണ് വീട് പറഞ്ഞത്? MRI PT ചാക്കോ നഗർ, ഉള്ളൂർ. ഹൗസ് നമ്പറൊന്നുമില്ല. കസ്റ്റമർ വിളിച്ചു നോക്കാം. എവിടെയാണോ? ഓക്കെ, അതാ പറഞ്ഞു ഇരിങ്ക ബായ്. ഹലോ ബായ് എന്ന് വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇരിങ്ക ബായ് എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പട്ടി നിൽക്കുകയാണ്. തള്ളപ്പട്ടിയുണ്ട്, കുട്ടിപ്പട്ടിയുണ്ട്. അതിൻ്റെ അടുത്ത് നിന്ന് പോകണ്ട, കടിച്ചു ചുളായി. ഓക്കെ, ഈ പുള്ളിക്കാർ തന്നെ. 277 ഗൂഗിൾ പേ ആണോ? ഓക്കെ, ഇതേ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോഡിങ്ങാ. ഓക്കെ, അങ്ങനെ ഡെലിവറി ആയിട്ടുണ്ട്. ചെറിയൊരു ഇഷ്യൂ ആയി പേയ്മെൻറ്റ് കാര്യത്തിൽ. ആദ്യം ഒന്ന് പേയ്മെൻറ്റ് അയച്ചപ്പോൾ പെൻഡിങ് ആയിപ്പോയി. പെൻഡിങ് പറയുമ്പോൾ ഒരുമാതിരി എന്താ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കണം. പൈസ റിസീവ് ആയില്ല. പിന്നെ എൻ്റെ ഗൂഗിൾ പേ അയച്ചപ്പോൾ റിസീവ്ഡ് ആയി, വേറെ വിഷയമൊന്നുമില്ല. പിന്നെ അടുത്ത ഓർഡർ ചേട്ടാ, ഒരു മിനിറ്റ്.
accept order. Salad Bristow. I have a delivery bag. I will handle with the package carefully. I will ride by bike below 30 km. കേക്കായിരിക്കും അല്ലെങ്കിൽ പിസ ആയിരിക്കും. അപ്പോൾ ഓക്കെ പോകുന്ന. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 84 രൂപ സംതിങ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത് പോകേണ്ടത് സലാഡ് ബ്രിസ്റ്റോ അമ്പലമുക്ക്. ഓക്കെ, പട്ടിക്കുട്ടി എവിടെ കാണാനില്ല. പോയി അപ്പോൾ സാധാരണ പട്ടി ഒന്നും ചെയ്യില്ല. പട്ടിക്കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനടുത്ത് പോയി കഴിഞ്ഞാൽ തള്ളപ്പട്ടി കടിക്കാൻ വരും. അതാണ് മെയിൻ വിഷയം. അതാണ് ഞാൻ പേടിച്ച് ഇന്ന് അവിടെ. പട്ടിയെ പേടിയില്ല, പട്ടി കടിക്കും എന്നുള്ള പേടി അത്ര തന്നെ. ഓക്കെ, റെസ്റ്റോറൻറ്റ് എത്തി. സലാഡ് ബ്രിസ്റ്റോ ഇവിടെ തന്നെയല്ലോ. സലാഡ് ബിസ്ട്രോ ആണ്, ബ്രിസ്റ്റോ അല്ല, ബ്രീ അല്ല, ബിസ്ട്രോ ആണ്. വണ്ടി കയറ്റി വയ്ക്കാൻ പയ്യ. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്. ബാ 3622. ആ പുഡിങ്. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് 5ാമത്തെ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൂജപ്പുരയാണ്. ഇവിടെ 6.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം റാഗി ചിയ പുഡിങ് ആണ്. അപ്പോൾ അടുത്ത ഓർഡർ പൂജപ്പുര ആയതുകൊണ്ട് നമുക്ക് നേരെ ഇത് കഴിഞ്ഞ് വീട്ടിൽ പോകണമെങ്കിൽ പോകാം. മണി ഇപ്പോൾ കറക്റ്റ് 9:15 ആയുള്ളൂ. ഇവിടുന്ന് പോകാൻ ഒരു 10-20 മിനിറ്റ് ആവും. അവിടെ എത്തുമ്പോൾ ഒരു 9:40 മണിയാവും. ഇത് സത്യം പറഞ്ഞാൽ ഇതാണ് ലാസ്റ്റ് ഓർഡറായിട്ട് കൂട്ടേണ്ടത്. കാരണം ഇത് പൂജപ്പുര ആയതുകൊണ്ടേ. പിന്നെ അടുത്ത ഓർഡർ എവിടെയെങ്കിലും ലോങ് അടിച്ച് തന്നു കഴിഞ്ഞാൽ തിരിച്ച് കാലടിച്ച് വരണം. അതാണ് ഏറ്റവും വലിയ വിഷയം. ശരി, നമുക്ക് അവിടെ പോയിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്നുള്ളത് അല്ലേ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ വ്ളോഗ് ചെയ്ത മെയിൻ കാര്യം അറിയാമല്ലോ, അച്ഛൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആണ്. ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വന്ന് പഴയ പോലെ വ്ളോഗ് ചെയ്ത് നോക്കിയപ്പോഴും ആ സമയത്ത് അച്ഛന് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിലായിരുന്നു. സത്യം പറഞ്ഞാൽ എന്ത് പറയാം, ഒരു മാനസിക അവസ്ഥ തന്നെ വേറൊരു ലെവലായിരുന്നു. മൊത്തത്തിൽ മൈൻഡ് മൊത്തം ഡൗൺ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ വ്ളോഗ് ചെയ്യാത്ത ഇത്ര ദിവസം കൊണ്ട്. കഴിഞ്ഞ ഒരു മാസം വ്ളോഗ് ചെയ്തില്ല. ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ പിന്നെ അച്ഛന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്ന്. എന്നാലും കുഴപ്പമില്ല, ലൈറ്റ് അടുത്ത് പേടിച്ചത്ര തന്നെ. അത് ഈ സ്വാഭാവികമാണ്. ഗുളിക കഴിക്കുമ്പോഴേ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു 3 മാസം നല്ലപോലെ കെയർ ചെയ്യാൻ പറഞ്ഞ്. മെയിനായിട്ട് ഇൻഫെക്ഷൻ ആകാൻ പാടില്ല, പൊടി അലർജി പാടില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞ് ദേഷ്യപ്പെട്ടത് കഴിഞ്ഞ വ്ളോഗിൽ. അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുകയാണ്. അപ്പോൾ ആ പണി കാരണം ഇങ്ങോട്ട് കംപ്ലീറ്റ് പൊടിയാവണതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞ് മടുത്തുപോയി. അത് പുതിയ വീടല്ല, പഴയ വീട് തന്നെ. ആ പഴയ വീട്ടിൽ പുതുക്കി പണിയാണ് അത്ര തന്നെ. അത് പെട്ടെന്ന് തീർക്കായിരുന്നു. അവർ കിടന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് 5 വർഷം കൊണ്ട്. അപ്പോൾ അത് 100 വട്ടം പറഞ്ഞു അവിടുത്തെ പൊടി വരാൻ നോക്കണം, നിങ്ങളെന്തെങ്കിലും കെട്ടി വെക്കണം എന്ന് പറഞ്ഞ്. നെറ്റോ തുണിയോ ഇടയ്ക്കൊന്ന് കെട്ടി വെച്ചാണ്. പിന്നെ എല്ലാം പണി തീർന്നെന്ന് പറഞ്ഞ് അയച്ചെടുത്തായിരുന്നു. പിന്നെയും പണി തുടങ്ങുമ്പോൾ പഴയ പോലെ കെട്ടണ്ടേ, കെട്ടിയില്ല. അപ്പോൾ അവർക്ക് നമ്മളെപ്പറ്റി ഒരു വിചാരം അവർക്കില്ല. അവർക്ക് അവർ വീട് പണി നടന്നാൽ മാത്രം മതി. മനസ്സിലായി ആരെങ്ങനെ പോയി അവർക്ക് എന്ത്. ഞാൻ ഇത്ര രക്ഷപ്പെടാൻ കാരണം എൻ്റെ അച്ഛനെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ ഓടാൻ വയ്യ ചുമ്മാ. അതുപോലെ മോൾക്കും വൈഫിനൊക്കെ അലർജി ഉണ്ട് പൊടിയിൽ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചില കമൻറ്റ്സ് ഇങ്ങനെ വന്നായിരുന്നു. അതായത് ഇങ്ങനെയാണ്, അപ്പുറത്തെ വീട്ടുകാർക്ക് പരാതിയില്ലോ, നിങ്ങൾക്ക് മാത്രം എന്ത് പരാതി എന്നുള്ളത്. എൻ്റെ വീട്ടിൽ പൊടി അടിച്ചാൽ ഞാൻ പരാതിപ്പെടാതെ പിന്നെ ആര് പരാതിപ്പെടാൻ പോണ്? എന്ത് മന്ദബുദ്ധിയാണെന്ന് തോമാരൊക്കെ. സത്യം പറഞ്ഞാൽ കലി അളവേണ്ട. ഇവനൊക്കെ കൈ കെട്ടി കഴിഞ്ഞാൽ എന്ത് വെറുപ്പീരായിരുന്നു അത്. ഇവൻ്റെയൊക്കെ വീട്ടിൽ പോയി ഇവൻ്റെ അണ്ണാക്കിൽ, ഇവൻ്റെ കുടുംബത്തിലുള്ള അണ്ണാക്കിൽ കുറച്ച് പൊടി വാരി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അറിയാം ഈ ഡയലോഗ് പറയാനില്ലെന്നുള്ള കാര്യം. അടുത്തവന് വീടല്ലേ, അവന് വലിയ വിഷയമൊന്നുമില്ലല്ലോ. പിന്നെ പറഞ്ഞ് കാര്യമില്ല. യവന്മാരൊക്കെ എന്ത് നല്ലത് പറഞ്ഞാലും അതിൽ നെഗറ്റീവ് ആണെങ്കിൽ ആൾക്കാരല്ലേ. പിന്നെ ഇവരുടെ എന്ത് പറയാൻ. ഇപ്പോൾ യവന്മാരൊക്കെ ഒരു മനുഷ്യ ജന്മമാണെന്ന് ഡൗട്ടായിരിക്കണം. അത്രയ്ക്ക് കേടുകെട്ട കേവലം പിടിച്ച ഒരു ജന്മമായിപ്പോൾ അല്ലേ. സന്ധ്യാൻ പറ്റി ജനിച്ചു പോയി ഭൂമിയിൽ. ഇനി യവന്മാരെ താങ്ങേണ്ട ശക്തി ഭൂമിക്ക് വേണം, അത്ര തന്നെ. ശരി, ഇതൊന്നും പറഞ്ഞ് കാര്യമില്ല, ഇതൊന്നും പറഞ്ഞ് മാറാൻ പോകണില്ല. ചുമ്മാ പറഞ്ഞുള്ളൂ ഒരു കണ്ടന്റ് വേണ്ടി, അത്ര തന്നെ. അപ്പോൾ അങ്ങനെ പൂജപ്പുര എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ലൊക്കേഷൻ. അപ്പോൾ ഇവിടെയാണ് ലൊക്കേഷൻ, പാലസ് വ്യൂ റോഡ്. ആദ്യം തന്നെ ഇവിടെ നിന്ന് ഒരു 300 മീറ്റർ ദൂരമുള്ള അടുത്ത് തന്നെ. ഏതേതോ ആയിപ്പോച്ചേ ഏൻ കണ്ണാടി ബൊമ്മ ഉടഞ്ച് ആയിപ്പോച്ചേ. ഓക്കെ, ലൊക്കേഷൻ വന്നാച്ച്. ഇത് തന്നെ ഹിൽ വ്യൂ ഹോം, റിച്ച് ലൊക്കേഷൻ. ഹലോ, സൊമാറ്റോ ആണേ. ഓക്കെ, ശരി. ഓക്കെ എന്നാൽ ഓക്കെ, 5ാമത്തെ ഓർഡർ ഡെലിവേർഡ്. പോന്നാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 70 രൂപ 25 പൈസയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 9:36 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 24 മിനിറ്റ് ബാക്കിയുണ്ട്. നമുക്ക് നേരെ പൂജപ്പുര ജംഗ്ഷനിൽ വന്നിക്കാം. അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടേക്ക് പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ വീട്ടിൽ പോകാം, അത്ര തന്നെ. പിന്നെ ഒരു വിഷമമുള്ള കാര്യമുണ്ട്. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് ഇല്ല ഇന്നത്തെ ഓട്ടത്തിൽ. അത് ഉച്ചയ്ക്ക് വൈകിട്ട് ഓടിക്കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് കിട്ടുമായിരുന്നു, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ വൈകിട്ട് മാത്രം ഓടിക്കഴിഞ്ഞാൽ വെറും ഓർഡർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതാണ് വിഷമമുള്ള കാര്യം. എന്ത് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഓർഡറിൽ പെട്രോളിൻ്റെ പൈസ ഇല്ല. ശരി, കുഴപ്പമില്ല, ഒരു വ്ളോഗായില്ലേ, അതിന് വലിയ കാര്യം അല്ലേ. ഓക്കെ, നമുക്ക് വീട്ടിൽ പോകാം. ഇവിടെ നിന്ന് കാര്യമില്ല, ഇൻസെൻറ്റീവ് ഒന്നും ഇല്ല, ചുമ്മാ ഓടിച്ച് എന്ത് ചെയ്യാൻ അല്ലേ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചായിരുന്നു പനവളയിൽ. ഇവിടെ നിന്ന് പോകാൻ 2 കിലോമീറ്റർ, ഡ്രോപ്പ് ഒരു 3 കിലോമീറ്റർ, മൊത്തം 5 കിലോമീറ്റർ പോകണം. 5 കിലോമീറ്റർ മൊത്തം കിട്ടണം 30 രൂപയാണ്. 30 രൂപ ഓടിയിട്ട് ലാഭമില്ല. അവിടെ നിന്ന് വീട്ടിൽ പോകാൻ തീരുമാനിച്ച്. പിന്നെ എന്തായാലും ഒരു കേക്ക് ഇൻകംപ്ലീറ്റ് ആയി, ഒരു ഓർഡർ ഡിന്നേലായി. ഒരു സാധനം എങ്ങാണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു മിനിറ്റ്. ഇത് സ്ട്രിപ്പാണ്, ഒരു 4 6 കിട്ടും. 105 രൂപ 6 സ്ട്രിപ്പ്. ഈ സാധനം കറക്റ്റ് വാങ്ങിച്ച് ചെക്ക് ചെയ്ത് ഫോളോ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഷുഗർ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്രയാണെന്നുള്ളത്. അടച്ചുണ്ടേ. ഓക്കെ, അപ്പോൾ ഇനി വേറെ സാധനം ഒന്നും വാങ്ങാനില്ലല്ലോ, അത്ര തന്നെ. പാലും മലക്കറി നേരത്തെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നേരെ വീട്ടിൽ പോകാം. നേരത്തെ വീട്ടിൽ പോയി ആരും കഴിച്ച് ഉറങ്ങാം. അപ്പോൾ കമോൺ കൊയ്ക്ക്. ഭയങ്കര ടാപ്പ് കേട്ടോ. ഇൻസെൻറ്റീവില്ല, മണ്ണം കണ്ടില്ല. വൈകിട്ട് കൊടുത്ത് സാർ ഇൻസെൻറ്റീവ് കൊടുക്കണ്ടേ, എന്തിനത് കാണിക്കണത്. ഓക്കെ, നമ്മ വീട്ടിലേക്ക് വന്നാച്ച്.
ആട്ടോയും പോയി, കാറും പോയി. ഇനി ഉള്ളത് 2 ബൈക്ക് മാത്രമേ ഉള്ളൂ. അപ്പയുടെ ബൈക്ക്, ഒന്ന് എൻ്റെ ബൈക്ക്. അപ്പോൾ ബ്ലാക്ക് ബൈസൺ ടാറ്റ ബൈ സി യു. ഐശു ഉറങ്ങിയില്ലേ നീ കള്ളിപ്പെണ്ണേ? ആ നല്ല പരീക്ഷ എഴുതിയാ? ജയിക്കും എല്ലാത്തിനും. നല്ല മാർക്ക് എടുക്കണം കേട്ടാ. സൂപ്പർ സൂപ്പർ, വെരി ഗുഡ്. ചപ്പലി ചപ്പലിച്ച വൈശുവിൻ്റെ പുതിയ ഒരു സ്ലോഗനാണത്. ചപ്പലി ചപ്പലിച്ച. ഇതാരും കണ്ടുപിടിച്ചത്? നീ തന്നെ സ്വന്തമായിട്ട്? പിള്ളേരെ വായിന്ന് ഓരോ വാക്കുകൾ ചുമ്മാ ഉണ്ടാക്കി പറയണം എന്തെങ്കിലുമൊക്കെ. അത് ട്രെൻഡിങ് ആവും അല്ലേ? കറങ്ങിയതിനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞ്. വൈശുട്ടി എന്ത് ചെയ്യണ്? ചുമ്മാ ഇരിക്കണ? ടി വി കാണണ? ടി വിയിൽ എന്തോന്ന് ഉപ്പും മുളക്? എപ്പം നോക്കിയാൽ ഉപ്പും മുളകും. വേറെ ഒന്നും കാണാനില്ല നിനക്ക്? എന്തെങ്കിലും പറ വ്ളോഗിൽ നീ പറ. വൈശുട്ടി ഫാൻസ് ഉണ്ട്, അവർക്ക് വേണ്ടി നീ പറ. അവർക്ക് വേണ്ടി എന്തെങ്കിലും 4 വാക്ക് പറ. ഫാൻസിൻ്റെ പേര് ദാമോദരൻ, ഉണ്ണികൃഷ്ണൻ, അപ്പുക്കുട്ടൻ, എല്ലാവരും ഉണ്ട്. നല്ല പേരല്ലേ? നല്ല പേരാണ്. ദാമോദരൻ പറഞ്ഞ ദൈവത്തിൻ്റെ പേരാണ്. ദാമോദരൻ, ഉണ്ണിക്കുട്ടൻ, ഇതൊക്കെ നല്ല ആവശ്യം. അപ്പം എന്ത് പേര് വേണം പറ? റിയ, വിയ, ബുയ, സിയ, കിയ, ഇതൊക്കെയാണ് പേരുകൾ. ഇപ്പോഴത്തെ പേര് ഇതൊക്കെ അല്ലേ? നമ്മളെ കാലത്ത് പേര് ഇതൊക്കെ തന്നെ. ഉണ്ണിക്കുട്ടൻ, അപ്പുക്കുട്ടൻ, കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞോളൂ. നമുക്ക് മുമ്പുള്ള കാലത്തിലാണ് ഉണ്ണിക്കുട്ടൻ, അപ്പുക്കുട്ടൻ പറഞ്ഞത്. നമ്മുടെ കാലത്തിലൊക്കെ സുരേഷ്, ഗിരീഷ്, മഹേഷ്, അതേപോലത്തെ പേരുകളാണ് അല്ലേ? ഇപ്പോഴത്തെ പേരൊക്കെ എന്തോ വന്നു? പിയ, ബുയ, അയ. ഇനി അടുത്ത ജനറേഷൻ ആകുമ്പോൾ പി, സി, ഡി, ഇ. എവിടെ കോപ്പി അടിച്ചത്? റീൽസിന്റെ കോപ്പി അടിച്ച് തന്നെ. തന്നെ കോപ്പി അടിച്ചിട്ട് ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി പറയാം. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. കോപ്പി അടിച്ച് ഞാൻ പറഞ്ഞ കാര്യം ആളുടെ റീൽസ് വന്നിട്ടുണ്ട്. അത് ഞാൻ കണ്ടായിരുന്നു. എന്നാലും എന്റെ ക്രിയേറ്റീവ് അത് കണ്ടില്ല റീൽസിൽ. അതൊക്കെ ഉണ്ട്. വൈശുട്ടി പാലുണ്ട്. പാലും കൂടെ കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങണേ. നാളെ അവധിയില്ലേ? ശനി ഞായർ. നേരത്തെ ഉറങ്ങി ശീലിച്ച നല്ലതില്ല അല്ലേ? സ്കൂളിൽ പോകാൻ എളുപ്പമായിരിക്കും. കൂടി പാല് കുടി. നാളെ അമ്മയ്ക്ക് ജോലിക്ക് പോകണം. പാവല്ലേ? അമ്മയ്ക്കാണെങ്കിൽ അവിടെ HDB വലിയ ബാങ്കിലെ ഉദ്യോഗസ്ഥയായി. ഭയങ്കര ഷോ ആണ് ഇപ്പം. ബിസി. അവിടുത്തെ പ്രഷർ സഹിക്കാൻ പറ്റില്ല. പ്രഷർ അടുക്കളയിൽ വന്നാൽ പ്രഷർ കുക്കറുണ്ട്. യൂട്യൂബിൽ പോയാൽ റീച്ചിൽ വന്ന പ്രഷറുണ്ട്. ജോലി സ്ഥലത്ത് പോയാൽ അവിടുത്തെ പ്രഷർ അല്ലേ? കുറേ ലോൺ പാസ്സാക്കണമെന്ന് പറഞ്ഞ പ്രഷർ ചെയ്യാണ്. ആര് പ്രഷർ ചെയ്യണ്? പേര് പറ. ഒരു നോക്കിയേക്കാം ആരെന്നുള്ളത്. ചുമ്മാ ഫണ്ട് മണി നേരത്തെ പറയാനുണ്ട്. എങ്ങനെയുണ്ട് കഴിഞ്ഞൊരു മാസം? വേറെ ലോകത്തല്ലേ? അയ്യോ, വീട്ടിനകത്തും പ്രഷർ, പുറത്തും പ്രഷർ, വീട്ടിനകത്ത് വിഷമോ സങ്കടങ്ങൾ കാര്യങ്ങൾ. പ്രഷർ മീൻസ് വേറെ ഒരു നമ്മൾ ഇത്രയും നാൾ ഫേസ് ചെയ്ത കാര്യങ്ങളല്ല നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊന്ന് ഫേസ് ചെയ്ത് അതിനെ എങ്ങനെ തരണം ചെയ്ത് വരണമെന്നുണ്ടല്ലോ, ആ ഒരു പ്രശ്നം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ശീലിച്ചു. അതായത് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് സോൾവ് ആവും ഇല്ലെന്നുള്ള പേടിയുണ്ടോ? അതാണ് പ്രശ്നം അല്ലേ? മറ്റൊക്കെ കുഴപ്പമില്ല. ഈ പൈസ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അറിയാം. സോൾവ് ആവും, പൈസ റെഡിയാക്കാൻ പറ്റുന്നു. ഈ അസുഖങ്ങളൊക്കെ വരുമ്പോഴേ വീട്ടിലാർക്കെങ്കിലും അതൊക്കെ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇതൊക്കെ എങ്ങനെ നമ്മൾ ശരിയാക്കാൻ പോകണം? അസുഖം മാറോ ഇല്ലേ? കുറെ പൈസകളാവോ? പൈസ റെഡിയാക്കണോ? ഇതിൻ്റെയൊക്കെ ബാക്കിൽ നമ്മൾ ഒരുപാട് വിഷമിച്ച് അങ്ങ് അക്ഷരായി. ഇങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞ് പഴയ പോലെ ആയപ്പോൾ ഒരു സന്തോഷം അല്ലേ? നമ്മളെ കുടുംബം പഴയ പൂർണ്ണമായിട്ട് ആയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളത് ശീലിച്ച് ആ ഒരു പഴക്കത്തിലോട്ട് വന്നു. അതുകൊണ്ടൊരു സമാധാനം. അടുത്തൊരു 3 മാസത്തേക്ക് അപ്പ ഒന്ന് നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ടുപോയി പഴയ പോലെ വന്ന അതൊക്കെ വന്നോളൂ. തീരുന്നതിന് നമുക്ക് ഈ മാസം കുഴപ്പമില്ല, ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. പഴയ പോലെ ആയിക്കഴിഞ്ഞാൽ എല്ലാം അറിയാം. സൂപ്പറായിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാം അടിപൊളിയായിട്ട്. ഇപ്പം തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. സമയം കിട്ടണില്ല സത്യം പറഞ്ഞ. എനിക്ക് ലീവ് കിട്ടൂല. എനിക്ക് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ലീവ്. പിന്നെ സെക്കൻഡ് സാറ്റർഡേയും ഫസ്റ്റ് സാറ്റർഡേയും വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ പിന്നെ ലീവ് ഇല്ല. കപ്പിൾ വ്ളോഗ് ചെയ്യും. ആരെങ്കിലും വിളിക്കാം. ആരെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ ചേട്ടൻ്റെ ചേട്ടനല്ല ഇവിടെ ഞാൻ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിന് ചേട്ടൻ്റെ കൂടെ പയ്യന്മാരെ പെണ്ണുങ്ങള് ആർക്ക് താല്പര്യമോ ഒരു ചേഞ്ച് ആയിരുന്നു. ക്യാമറ പറയില്ല, അങ്ങോട്ട് പോയിട്ട് മാറി നിന്നും കിട്ടിയായിരിക്കും ചേർത്ത്. இதுல இருந்தே தெரியுது நீ என் மேல எவ்வளவு உசுர வச்சிருக்கேன்னு. അപ്പൊ വേറെ പറയാനല്ലോ ഇല്ലയാ. അപ്പൊ ഇന്ന് കിട്ടിയ മൊത്തം ഓർഡർ 5 ഓർഡറാണ്.
മൊത്തം കിട്ടിയ പേയ്മെന്റ് 253 രൂപ 89 പൈസയാണ്. ഇൻസെന്റീവ് ഒന്നുമില്ല, നഷ്ടം. പിന്നെ ഒരു വ്ളോഗ് ആയില്ല ഇത്ര തന്നെ. ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ, വേറെ ഒന്നും പറയാനില്ല. കാപ്പി തോന്നുന്നു ചപ്പാത്തി ഉള്ളിക്കറിയാണ്. ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും. അപ്പൊ ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറി കഴിച്ചിട്ട് കുറച്ച് നേരം TV കാണാം, പിന്നെ കിടന്ന് ഉറങ്ങണം. അത്ര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ ഒന്നും പറയാനില്ല. പിടിക്കാം. ഞാൻ കഴിച്ചു. കഴിച്ചാ? നീ കഴിച്ചാ? എല്ലാവരും കഴിച്ചില്ല. എനിക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്യണില്ല. എനിക്ക് വേണ്ടി ആരും ഇല്ല. ഞാൻ ഒറ്റയ്ക്കാണെന്ന്. വയറ് നിറഞ്ഞാ പോരെന്ന്. വലിയ അമ്മച്ചായി, വലിയ വായണ്ട, വലിയ ചുമ്മാ വന്ന് അപ്പൊ കൂട്ടിത്തരോ ചപ്പാത്തിയൊക്കെ? ഓ, ചപ്പാത്തി ഇങ്ങനെ ഉരുട്ടിത്തരും, ചോറിൽ ഉരുട്ടിത്തരണത്, ഊട്ടിത്തരണത്, കൈ കൊണ്ട് എടുത്ത് തരണത് വായിക്കാത്ത. ഞാൻ കുഞ്ഞു ആവയല്ലേ വശത്തെ പോലെ. ശരി, അപ്പൊ ഇന്ത്യ പറയല്ലോ. ഓ, കൈ കളിക്കണം, പെട്ടെന്ന് പറ. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും, ഇതുപോലത്തെ കൈവേദനയൊക്കെ വന്നാലും, എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് ഓ, കൈ ഇറങ്ങണം. അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം. അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത സൊമാറ്റോ വ്ളോഗോ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗോ കപ്പിൾ വ്ളോഗോ എന്തെങ്കിലും വ്ളോഗിൽ കാണാം. നീ എന്തായാലും ചുമ്മാ ഇരിക്കൂല, മാക്സിമം ബിസി ആവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ചേട്ടാ, ബൈ, സീ യു. ചേട്ടാ, പറ ചേട്ടാ.